കംപ്ലൈൻ്റ് ആയ എൻ്റെ കാറിൻ്റെ AC ESP82 യൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത്. അതുകൂടാതെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ സംഭവങ്ങളെല്ലാം മനസ്സിലാവാനായിട്ട് ഞാൻ ചെറിയൊരു ഡയഗ്രാം വരയ്ക്കുക. അങ്ങനെയാണ് AC യുടെ സിസ്റ്റം വർക്ക് ആവണമെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെക്കാട്ടി ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഒരു സംഭവമാണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഒരു ഇത്രയും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു AC സിസ്റ്റത്തിൽ 3 കമ്പോണൻ്റ് ആണുള്ളത്. അതായത് ഒന്നെന്ന് പറയുന്നത് കംപ്രസറാണ്, പിന്നെ ഉള്ളത് ഒരു കണ്ടൻസറും പിന്നെ ഒരു ഇവാപ്പറേറ്ററും. ഈ ഇവാപ്പറേറ്ററാണ് ക്യാബിൻ്റെ അകത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സംഭവമാണ് തണുക്കണത്. ഇതെല്ലാം ഒരു ക്ലോസ് ലൂപ്പിലാണ് വർക്ക് ആവുന്നത്. ഇത് 0 ഡിഗ്രി അല്ലെങ്കിൽ ബിലോ 0 ഡിഗ്രി ഒക്കെ തണുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ബട്ട് അത്രയും തണുത്ത് കഴിഞ്ഞാൽ ഇത് ഐസ് പിടിക്കും. ഐസ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ എയർ ഫ്ലോ പോകില്ല. ഓക്കെ, ഇപ്പോൾ ഈ ക്യാബിനകത്ത് നമ്മുടെ ക്യാബിനിലെ എയർ നേരെ ഈ ഇവാപ്പറേറ്റർ വഴി നേരെ നമ്മുടെ വെൻ്റ് ഉണ്ടല്ലോ, എയർ വെൻസ്, അതിൽ കൂടെ വരും. അപ്പോൾ ഇത് തണുത്തിരിക്കണോണ്ട് ഈ കയറി ഇറങ്ങി പോണ കാറ്റെല്ലാം തണുക്കും. അങ്ങനെയാണ് AC ബേസിക് ആയിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ എൻ്റെ ഈ കാറിൻ്റെ ഈ ഇവാപ്പറേറ്ററിലുള്ള സെൻസർ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇവാപ്പറേറ്റർ ഇപ്പോൾ ഒരു 0 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെ എത്തിയാലും ഈ കംപ്രസർ കട്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കണോണ്ട് ഇത് തണുത്തോണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ ഐസ് പിടിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇവാപ്പറേറ്ററിനും കംപ്ലൈൻ്റ് ആണ്, ഈ എയർ വെൻ്റ് ഫുള്ള് ക്ലോസ് ആവും. കാരണം ഐസ് പിടിച്ചിട്ട് പിന്നെ എയർ ഫ്ലോ ഒന്നും വരില്ല. അപ്പോൾ ഈ കംപ്ലൈൻ്റ് ആയ ഈ സെൻസർ ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ വേറൊരു സെൻസർ വെച്ചു. ഈ സെൻസറിൻ്റെ ഒക്കെ ഡീറ്റെയിലും ഏതൊക്കെ പാർട്സാണ് യൂസ് ചെയ്തേക്കണേന്നുള്ളത് വീഡിയോയിൽ പറയാം. ഈ സെൻസർ നേരെ കൊടുത്തേക്കണ ESPയിലേക്കാണ്. അപ്പോൾ ഈ ESP പ്രോഗ്രാം ചെയ്തേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാപ്പറേറ്റർ 2 ഡിഗ്രി ആയാൽ കംപ്രസർ കട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ഈ ഇവാപ്പറേറ്റർ 5 ഡിഗ്രി ആകുമ്പോൾ കംപ്രസർ ബാക്ക് ഓൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ഈ ഒരു സൈക്കിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ആക്ച്വലി ശരിക്കും AC വർക്ക് ആവേണ്ടത്. ബട്ട് ആ സെൻസർ പോയതുകൊണ്ട് ഇതിൻ്റെ ആ കംപ്രസർ കട്ടാവില്ല. അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഇഷ്യൂ സോൾവ് ചെയ്യാനാണ് ESP യൂസ് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു സെൻസറും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിൻഡിൻ്റെ ടെമ്പറേച്ചർ അറിയാനായിട്ട് ഇവിടെ ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. അതും നേരെ ESPയിലോട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അതായത് ഈ ഇവാപ്പറേറ്ററിൻ്റെ ഈ അതിൽ നിന്ന് തന്നെ എയറിൻ്റെ ടെമ്പറേച്ചറും അറിയാൻ പറ്റും. സോ ഇപ്പോൾ ഇത് ഇത്തിരിയും കൂടെ സ്മാർട്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ AC ടെമ്പറേച്ചർ കുറക്കാനും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എയറിൻ്റെ ടെമ്പറേച്ചർ എടുത്തിട്ട് ഇത് ബേസ് ചെയ്ത് നമ്മൊരു ലോജിക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പ്ലാൻ. ഈ ഒരു കോഡ് ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ഒരു ഗോള്. പിന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണം. അതായത് ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമല്ലോ. ഒന്നില്ലെങ്കിൽ നോബ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കേണ്ടാവും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ സാധനം യൂസ് ചെയ്തുകൂടെ. ബട്ട് അത് വർക്കാവില്ല. ഇപ്പം ആ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ ഫുള്ള് പ്രോഗ്രാമിക്കലി ആപ്പ് ത്രൂ ആണ് ഇത് എല്ലാം കൺട്രോൾ ചെയ്യാനും നോക്കണത്. സോ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് നോക്കണം. അപ്പോൾ ഫ്ലട്ടർ ആപ്പിൻ്റെ ഡിസൈൻ ഇതേപോലെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഈ ഒരു ഡിസൈൻ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് ESP കൺട്രോൾ ചെയ്യണ കോഡ്. ഇതിനകത്ത് ഇപ്പോൾ ഒരു OLED ഡിസ്പ്ലേ ആഡ് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഗിറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡെല്ലാം കാണും. സോ ഇപ്പോൾ മറ്റേ ബ്ലൂടൂത്തിൻ്റെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിരിക്കണ സ്റ്റീരിയോ കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ബ്ലൂടൂത്ത് ഒന്നും വർക്കാവില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്തൊരു ESP32 ആണ് വെച്ചേക്കണത്, ബ്ലൂടൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഈ കാർ ഓൺ ആക്കുമ്പോൾ അത് ഓൺ ആവില്ല. ഇത്തിരി പവർ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും എന്തോ ഇൻ്റർഫിയറൻസ് എന്താണെന്നറിയാൻ പാടില്ല, അത് വർക്കാവില്ല കാർ ഓൺ ആക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ വണ്ടി ഓണാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ESP ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ ആ ഒരു സംഭവം സോൾവ് ചെയ്യാനായിട്ടാണ് ഈ AC കൺട്രോൾ ചെയ്യണ ESP നമ്മുടെ ഒരു റീലേയിലോട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ കറക്റ്റ് വർക്ക് ആവണതുകൊണ്ട് തന്നെ
ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ ഈ റിലേ ട്രിഗർ ചെയ്യണം. ഈ റിലേ ട്രിഗർ ചെയ്ത് കഴിയുമ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ ESP ഉണ്ടല്ലോ, ഈ ESP ഓണാവും. അപ്പോൾ ആക്ച്വലി എല്ലാം കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ 2 സംഭവം ആഡ് ചെയ്യണം. സോ പ്ലാൻ കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എവിടം വരെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ UI ഇത്തിരി ഇമ്പോർട്ടൻറ്റും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു UI വിഡ്ജറ്റാണ് ഇതിൻ്റെ ഈ ഡയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോഴാണ് ഫ്ലട്ടറിൻ്റെ ഒരു പുതിയൊരു വിഡ്ജറ്റിനെ കുറിച്ച് അറിയണത്, കസ്റ്റം പെയിൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് കസ്റ്റം ആയിട്ടുള്ള ലൈൻസ്, റെക്റ്റാങ്കിൾ, ഓരോ ഷേപ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊസീജിയറലായിട്ട് ഒരു UI ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കണം, ഡു ഐ റിയലി നീഡ് ദിസ് ആപ്പ്? കാരണം നമുക്ക് ആപ്പ് അല്ലാണ്ട്, സപ്പോസ് ഇപ്പോൾ ഇത് ആപ്പ് വഴിയാണ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആൻഡ്രോയിഡിന് മാത്രമേ വർക്കാവുള്ളൂ, iOS വർക്കാവില്ല. അപ്പോൾ ഞാനല്ല വേറെ ആരെങ്കിലും കാർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ AC ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും ഓണാക്കുമ്പോൾ ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലായിരിക്കും ഇരിക്കുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വേണം. പിന്നെ ഇത് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കണ കുറേ ആവശ്യമില്ലാത്ത കുറേ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് വരും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ഇപ്പോൾ മേടിച്ചത്. ഇതാണ് റോട്ടറി എൻകോഡർ. അപ്പോൾ ഇത് തിരിക്കണനുസരിച്ച് ഇതിൻ്റെ വാല്യൂസ് കിട്ടും. അതായത് ഇപ്പോൾ എത്ര ഡിഗ്രി തിരിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആ വാല്യൂ എടുത്തിട്ട് ഇത് തിരിക്കണനുസരിച്ച് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. ഫുൾ നമുക്ക് ESP തന്നെ പ്രോഗ്രാം ചെയ്തിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീക്ക്ലി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4-5 പ്രൊജക്റ്റ് ഞാൻ സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യണുണ്ട്. പിന്നെ ഫ്രീലാൻസിൻ്റെ പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യണ എന്തോരമാണോ അത്രയും പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. ഇനി ഈ സാധനം അതിനകത്ത് സോൾഡർ ചെയ്യണം, ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. ശരിക്കും അതിനല്ല നോക്കണം, ബട്ട് അതിന് ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിന്നെയും വീഡിയോ ഡിലേ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. സോ സബ്സ്ക്രൈബ് ആൻഡ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് വരാം.